കൊട്ടാരം. ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ദാവൂദ് നബിയുടെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പിതാവിന് ശേഷം രാജാവായി അധികാരമേറ്റു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നിരവധി അമാനുഷിക സിദ്ധികളിൽ ഒന്നായിരുന്നു പക്ഷികളുമായി സംസാരിക്കാനുള്ള കഴിവ്. യമനിലെ മഗ്രിബിനടുത്ത് താമസിച്ചിരുന്ന സബഅ് ഗോത്രക്കാർ അവരുടെ രാജ്ഞിയായ ബൽഖീസിന്റെ നേതൃത്വത്തിൽ സൂര്യനെ ആരാധിക്കുന്നതായി താൻ കണ്ടുവെന്ന് മരംകൊത്തി പക്ഷി സുലൈമാൻ നബിയോട് പറഞ്ഞു. ബൽഖീസിന്റെ സൂര്യക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണിത്. തുബ്ബ രാജവംശത്തിൽപ്പെട്ടവളായിരുന്നു രാജ്ഞി. സൃഷ്ടിപൂജ ഒഴിവാക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവേശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആ ദൈവത്തിന്റെ കൽപ്പനക്ക് കീഴടങ്ങി സത്യവിശ്വാസിയാകണമെന്നും ദൈവീകനാമത്തിൽ തുടങ്ങുന്ന കത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ടു. ആ കത്ത് യമനിലെത്തിച്ചതും അതേ പക്ഷി തന്നെയായിരുന്നു. സൃഷ്ടിപൂജകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂരിരുട്ടിൽ നിന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നുവന്ന ക്യൂൻ ഷേബ എന്ന ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് യമനിലെ സബയിൽ നിങ്ങൾ കാണുന്നത്. രാജ്ഞി യമനിൽ നിന്ന് 2200 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ജെറൂസലമിൽ സുലൈമാൻ നബിയുടെ അടുക്കലെത്തി. അതിനു മുമ്പ് തന്നെ രാജ്ഞിയുടെ കൊട്ടാരത്തിനുള്ളിലെ സിംഹാസനം അമാനുഷികതയിലൂടെ യമനിൽ നിന്ന് ജെറൂസലമിലെത്തിച്ചിരുന്നു. ജെറൂസലമിലെത്തിയ രാജ്ഞി പ്രഖ്യാപിച്ചു. അധ്യായം 27 നംൽ സൂക്തം 44. قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. എൻ്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ സംഭവം നടന്നത് BC 10-ാം നൂറ്റാണ്ടിലാണ്. മസ്ജിദുൽ അഖ്സ